മുത്തേ പോയിട്ട് വരട്ടെ. പോയിട്ട് വേഗം വാ. ലൂതർ കരയില്ല, അപ്പന്റെ മോൻ കരയില്ല, ചക്കര കൊണ്ട കരയില്ല. എന്തുട്ട ചൂട് ചിന്തിക്കാൻ പറ്റില്ലേട്ടാ. ഇന്നത്തെ നാട്ടിലൊക്കെ മണം വരുന്ന നെയ്ച്ചോറിന്റെ മണം വരുന്നുണ്ട്. ജിംജി മൃണാളിന്റെ വീഡിയോ കാണാറുണ്ടേ. കുറച്ച് തൈര് ഓർമ്മയുണ്ടോ? നമ്മൾ അന്റാർട്ടിക്കല് കണ്ടത് ഓർമ്മയുണ്ടോ? നീ അന്റാർട്ടിക്ക പോയില്ലെന്ന് പറയാൻ പാടില്ല. തണുപ്പ് എക്സ്പെക്ട് ചെയ്ത് തോന്നാണോ? നമുക്കിനി നമ്മള് താങ്ക് യു പറയാം. നമ്മളിനി യാത്രകളിൽ ഇനി കണ്ടുമുട്ടും. അടി നമുക്ക് പറയാം, നമുക്ക് എത്തോപ്പിക്ക് പോണ്ടേ. ലെറ്റ്സ് ഗോ. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വലിയ ഇൻട്രോ ആയിട്ടൊന്നും അല്ലാതെ നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവരും ലവ് യു ഓൾ. ട്രാവലിസ്റ്റയുടെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങണു. എന്തിനാണ് നന്ദി, എന്താ സംഭവം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലുടനീളം പറയാം. നമ്മളിന്നൊരു യാത്ര സീരീസ് തുടങ്ങണം. അതിനു മുമ്പ് ഒരു സോറി പറയാണ്ട് ഈ എപ്പിസോഡ് തുടങ്ങാൻ പറ്റില്ല. എന്താണെന്നറിയോ, നമ്മുടെ കരീബിയൻ സീരീസ് കുറച്ച് എപ്പിസോഡ് പെൻഡിങ് ഉണ്ട്. ഒരു 5-6 രാജ്യങ്ങളിലെ വീഡിയോസ് പെൻഡിങ് ഉണ്ട്. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ സെൻറ്റ് ലൂസിയെന്ന് അടുത്ത രാജ്യമായിട്ടുള്ള ഡൊമിനിക്കയിലേക്കും ആൻറ്റിക്കയിലേക്കൊക്കെ പോയ കുറേ ക്ലിപ്പുകൾ നമ്മുടെ മിസ്സായി പോയി. നമ്മുടെ സെൻറ്റ് ലൂസിക്ക് ശേഷം ഡൊമിനിക്ക, അതേപോലെ സെൻറ്റ് കിറ്റ്സ്, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്, ആൻറ്റിഗ, അങ്ങനെ കുറേ രാജ്യങ്ങൾ 6-7 രാജ്യങ്ങളിലൂടെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പല വീഡിയോസും മിസ്സായി പോയതിൻ്റെയും പിന്നെ അത് വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇപ്പോൾ ഇടാഞ്ഞത്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ 2-2.5 മാസമായിട്ടുണ്ടല്ലോ. വീട്ടിൽ സ്വസ്ഥം ഗൃഹഭരണമാണ്. കുറേ നാൾക്ക് ശേഷം നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെയൊക്കെ ഇരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇരിപ്പിന് സുഖത്തിനേക്കാൾ ഉപരി ഒരു സാറ്റിസ്ഫാക്ഷനാണ്. വേറെ ഒന്നല്ല, നമ്മൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് ട്രാവലിസ്റ്റയുടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ പോണ്. ഏതൊരാളുടെയും സ്വപ്നമാണ് ഒരു പ്രൊഡക്റ്റ് ലോകം മൊത്തം അറിയപ്പെടണം, അല്ലെങ്കിൽ ലോകം മൊത്തം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇറക്കാമെന്ന് പറയുന്നത്. അത് നമ്മൾ ഇറക്കാൻ പോകണം. അപ്പം അതിൻ്റെ ഒരു വർഷത്തെ പ്രയത്നമാണ്. അപ്പോൾ അതെന്താ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ അടുത്ത ദിവസങ്ങളൊക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നമ്മളിന്നൊരു യാത്ര തുടങ്ങണം. കുറേ നാളായി സാറിപ്പോൾ നിൻ്റെ സംസാരം കേൾക്കാണ്ട് ഒരു സുഖമില്ലടാ, നീ എന്തൊരു തേങ്ങയെങ്കിലും പറഞ്ഞ് വീഡിയോ ഇട് എന്ന് പറയണ നമ്മുടെ ചങ്കന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് നടത്തുന്നത്. ഇതൊരു ഫാമിലി സീരീസാണ്. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളിറങ്ങിയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. ഞങ്ങളിതാ നമ്മൾ എയർപോർട്ടിലേക്കുള്ള ട്രെയിനിന് വെയിറ്റ് ചെയ്യണം. ട്രെയിനിൽ വെച്ച് കാണാം. നമ്മളിവിടെ ആപ്പിളൊക്കെ ഉണ്ടായി നിൽക്കണോ? ആപ്പിളൊക്കെ അത്യാവശ്യം വലുപ്പമായില്ലടി. എലിമിച്ചി നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ആപ്പിളും മൾബറിയൊക്കെ കണ്ടപ്പോൾ എന്നിട്ട് തോന്നണേ കൊട്ടക്കായ തന്നെയല്ല, പിന്നെ കൊങ്ങിണിക്കായ, കൊട്ടക്കായ, അത് ഇതൊക്കെ. ഇപ്പൊ ആപ്പിളും മൾബറി, ബ്ലൂബെറി, അത് ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തിന്നിപ്പോ നടക്കണം. വെയിറ്റ് കൂടും ചെയ്തു. അത് വേറെ വിഷയം. കുഴപ്പമില്ല, നമ്മൾ പിന്നെ ഓരോ വകുപ്പ് ഓരോതായിരുന്നു. കുഴപ്പമില്ല, അതന്നെ പാരമ്പര്യം പറഞ്ഞ് നടക്കാം. എലിമിച്ചി പോയിട്ട് വരാം. ഓക്കെ, പോയിട്ട് പോയാ. സന്തോഷമാണോ ദുഃഖമാണോ? സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു യു കെയിൽ 5 മാസങ്ങള്? യു കെയിലെ അടിച്ചു പൊളിച്ചില്ലേ. ലണ്ടൻ ബ്രിഡ്ജൊക്കെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു. നല്ല സന്തോഷായി. ലണ്ടൻ ബ്രിഡ്ജൊക്കെ കണ്ടപ്പോ സന്തോഷമായി. സൂപ്പറായിരുന്നല്ലോ, നല്ല സന്തോഷായിരുന്നു. പിന്നെ ഞാൻ അവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തല്ലേ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതില് സന്തോഷമുണ്ട്. എലിമിച്ചി ഭയങ്കര വിഷമത്തിലാണ്. കുറച്ച് നാളായി, 2-2.5 മാസത്തോളമായി ഞാൻ വീട്ടിലേ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും മൊത്തത്തിൽ വീട്ടിൽ നിന്ന് വിട്ടു പോകണതിൻ്റെ ഒരു ഇതിലാണ് എല്ലാവരും. എന്തായാലും കുഴപ്പമില്ല, ഫുൾ പവർ നമ്മുടെ യാത്ര മുന്നോട്ട്. മുത്തേ പോയിട്ട് വരട്ടെ. പോയിട്ട് വേഗം വാ. അത്രേ ഉള്ളൂ. അംബ്രോസ് എന്തുട്ടാ അംബ്രോസ് ചെക്കൻ. അയ്യോ ലൂതർ കരയില്ല, അപ്പൻ്റെ മോൻ കരയില്ല, ചക്കര കൊണ്ട കരയില്ല. ഓണല്ലേ ലൂതർ? അല്ലേ, എന്ത് പറ്റി അംബ്രോസ്? കടമ കഴിച്ചിട്ട് അങ്ങനെ പോയില്ല നൈസായിട്ട്. അപ്പോൾ അവന് വേണമെങ്കിൽ കറിയാന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ യാത്രയോടാണ്. കുറേ നാളായിട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വിഷമമുണ്ട്. പക്ഷേ നമ്മൾ ഇവളുടെ അപ്പനമ്മേനെയും കൊണ്ട് യാത്ര ചെയ്യാൻ പോണത് ചിന്തിക്കാൻ പറ്റുമോ? ഡാഡിനും മമ്മീനെയും കൊണ്ടാണ് യാത്ര. കുറച്ച് നാളായി, അല്ലെങ്കിൽ കുറേ നാളായി ഡാഡി പറയണു
ഒരു യാത്ര നീ ഒറ്റയ്ക്ക് എല്ലാവിടേക്കും പോകണം, നീ ഞങ്ങളെ കൊണ്ട് എവിടേക്കെങ്കിലൊക്കെ പോടാന്ന്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ ഫാമിലിയുടെ ട്രാവൽസ് ഫാമിലിയുടെ 6ാമത്തെ ലോകാത്ഭുതം കാണാനായിട്ടുള്ളൊരു യാത്രയാണ്. അത് 6ഉം 7ഉം കാണാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഒരു 3 ആഴ്ച ഫുൾ യാത്രയാണ്, ഫുൾ ട്രിപ്പാണ്. അതിൽ അവരും കാണിക്കണം, അവരും കുറേ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവരും കൂടെയും കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. പപ്പനും അമ്മേനൊക്കെ നമ്മൾ ഇവിടെ UK കൊണ്ടുവന്നിരുന്നു. അവർക്ക് കൂടെ UK വരാനായിട്ടുള്ള വിസയുടെ ഇഷ്യൂസ് കാരണം UK വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരെ ഒന്നും കൊണ്ട് യാത്ര പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കേണ്ട, സമാനമായിട്ട് പോയിട്ട് വരാടിയെന്ന് പറഞ്ഞപ്പോൾ ഇവള് പറയണു വീഡിയോ എടുക്കാണ്ട് പോകണ്ടാന്ന് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് ഉണ്ടല്ലോ, സാൻഡപ്പൻ ഡാഡി മമ്മി ആയിട്ടുള്ള സീരീസാണ്. നമ്മൾ ആദ്യം യാത്ര എവിടേക്ക് പോകണമെന്നറിയോ? നമ്മൾ ടർക്കി എയർലൈൻസിൽ ടർക്കി ടച്ച് ചെയ്തിട്ട് ദുബായിക്ക് പോവാം. ആലോചിക്കാൻ പറ്റുമോ? ട്രെയിൻ വലിയ ഡയലോഗ് അടിച്ച് വലിയ ഡയലോഗ് അടിക്കുന്ന ട്രെയിൻ ആയിരുന്നു, അതൊരു പേടിയുണ്ട്. എന്തായാലും പടയ്ക്കാം അല്ലേ? നീല അതിന് പ്രശ്നമുണ്ടോ? അടുത്ത പ്രാവശ്യം നമ്മൾ പൊരിക്കും. ഇവൾക്ക് ഇപ്പം നമ്മുടെ എല്ലാ ഉത്തരവാദിത്തം, ട്രാവലിസ്റ്റുടെ ഉത്തരവാദിത്തം, എക്സ്പെഡീഷൻ്റെ ഉത്തരവാദിത്തം, പിന്നെ പറയണ്ടല്ലോ ഡിസ്ക്ലോസ് ചെയ്യണില്ല, ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അതും കൂടി ആ ഉത്തരവാദിത്തം കൂടുതൽ പൂർണ്ണമായിട്ട് സജ്ജായിട്ടിരിക്കുന്നത്. എല്ലാം നോക്കിയല്ലോ കേട്ടോ, പോയിട്ട് വരാം. നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ, മാഞ്ചസ്റ്റർ പിക്കടിയിലേക്കുള്ള ട്രെയിൻ വന്നു. അംബ്രോസ് പോറ്റേടാ കേടപ്പൻ കരയിപ്പിക്കടപ്പനെ പെട്ടി കടപ്പനെ. അയ്യോ അറ്റാക്ക് പറ്റേട്ടാ മുത്ത. ബായ് 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 പറയ് ബ്രദറെ, ബായ് പറയ്. ബായ് ലൂതർ നല്ല വിഷമം കൂടുതൽ അമ്പുറത്ത്. ലൂതറാണ് നല്ല കറച്ചില്ലേട്ടാ. ബായ് ഭയങ്കര ചാടല്ലേട്ടാ. ബായ് ഭയങ്കര വിഷമത്തിലാ. ശരിയല്ല, കുറേ നാളേക്ക് കൂടെ വന്നിട്ടേ. പിന്നെ നമ്മൾ യൂട്യൂബിൽ നിന്ന് കുറേ നാളായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10-70-80 ദിവസമായിട്ട് നമ്മൾ വീഡിയോ വ്ളോഗിങ് തന്നെ ഫ്രെയിമിലില്ല, കരിമീനിൽ തന്നെ വന്നിട്ട് കുറേ നാളുകളല്ലേ. അപ്പോൾ അത് കാരണം ആകെ ഒരു വിഷമം. എന്നും സ്കൂളിൽ പോലും ഗുണമാക്കലും പേരിലൊക്കെ ആയിട്ട് എന്തായാലും വെല്ലുമിച്ചുള്ളത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഇപ്രാവശ്യം. നമ്മുടെ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെല്ലുമിച്ച് നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. നല്ല വെല്ലുമിച്ചിയെ കൊണ്ടുവരാൻ പറ്റിയാലും ഇനിയും നമ്മുടെ ബന്ധുക്കളെല്ലാവരും കൊണ്ടുവരണം ഞാൻ ആഗ്രഹം. എല്ലാവരും വരട്ടെ, ഓരോ രാജ്യങ്ങളും ഓരോ സ്ഥലങ്ങളൊക്കെ കാണട്ടെ. വെല്ലുമിച്ചിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലുപ്പിച്ചാൻ മരിച്ചിട്ട് അധികം നാളായിട്ടില്ല, ഒരു വർഷം ആവണുള്ളൂ. ഒരു വർഷമായി. അപ്പോൾ ആള് ശരിക്കും ഒറ്റപ്പെട്ട് പോയി. മക്കളൊക്കെ വലുതായത് കൊണ്ടും പിന്നെ വയസ്സായതിൻ്റെ ഒക്കെ വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ച എന്തായാലും നമ്മൾ ജീവിതത്തിൽ കണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മയില്ല, ജീവിച്ചിരിക്കില്ല. അപ്പോൾ എൻ്റെ അമ്മേരെ അതേ സ്ഥാനമാണ് വെല്ലുമിച്ചിക്ക്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതാണ്. വെല്ലുമിച്ചി മാത്രമല്ല, വെല്ലുമിച്ചി എൻ്റെ ആയാലും അപ്പൻ്റെ ബന്ധുക്കളായാലും എല്ലാവരും നമ്മളൊരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല കാലം വരുമ്പോൾ നമ്മളവരെ കൊണ്ടുവരണ്ടേ, അപ്പോൾ അല്ലെങ്കിൽ നമ്മളവരെ പരിഗണിക്കണ്ടേ. അപ്പോൾ വെല്ലുമിച്ചി വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ വെല്ലുമിച്ചിനെ കൊണ്ടുവന്നത്. അപ്പോൾ വെല്ലുമിച്ചി ഇപ്പോഴും അത് പറഞ്ഞിട്ട് സങ്കടമാണ്. അപ്പോൾ എന്തായാലും വെല്ലുമിച്ചി ഇങ്ങനെ ലണ്ടൻ അല്ലെങ്കിൽ UK ഒന്ന് കാണിക്കാനും ഈ ഒരു 66ാമത്തെ വയസ്സിൽ ഇതൊക്കെ കാണാനുള്ള ഒരു യോഗവും എല്ലാം വെല്ലുമിച്ചിക്ക് ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര സന്തോഷം. ഇതിനൊക്കെ കാരണം നിങ്ങളാണ്, നിങ്ങളെ പ്രേക്ഷകരാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാനും നമുക്ക് എത്തിച്ചേർക്കാൻ പറ്റിയ സ്ഥലങ്ങളിലേക്കൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങളുള്ളത് കൊണ്ടാണ്. എന്തായാലും ഈ ട്രാവൽ സീരീസ് നമുക്ക് എന്തൊരു ഫാമിലി ടച്ച് പിടിക്കാം. വലിയ സിനിമാറ്റിക് പരിപാടികളൊന്നുമില്ല. നമ്മളിങ്ങനെ കലബല പറഞ്ഞിട്ട് തുടങ്ങണം, ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടാ. ഒരു ചെറിയ ഡിലേ ഉണ്ടായിരുന്നു, 2-3 ട്രെയിനൊക്കെ മാറി കാരണം വന്നിട്ടാ. നമ്മൾ ഡോർ 2-ലാണ് നമ്മുടെ എൻട്രി. എന്തായാലും ടർക്കിഷ് എയർലൈൻസിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് ടർക്കിഷ് എയർലൈൻസിൽ യാത്ര ചെയ്യണത്. നമ്മൾ തുർക്കിയെ പോയിട്ടാണ് ദുബായിക്ക് പോകണം കേട്ടോ. ഐസ്ലാൻഡ് എയർ എത്തിക്കാതെ ഉണ്ട്. എന്തായാലും ടർക്കിഷ് ഫുഡ് ഒക്കെ കിട്ടുമോ നോക്കിയേക്കാം. ഇവിടുത്തെ ടോയ്ലറ്റിൽ കണ്ടോ നോക്കിയേ, അൾട്രാ ഗോൾഡ് മെയിൽ സെക്ഷൽ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 4 പൗണ്ടിന് അമർത്തി കഴിഞ്ഞാൽ വരും കേട്ടോ. ഇതിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് അമേരിക്കയിലൊക്കെ നമ്മൾ കോണ്ടം ഇതേപോലെ ബാത്റൂമിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ കോണ്ടം ഉണ്ട്, ഇതാണ് കോണ്ടം ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, നോർമൽ പരിപാടികളാണല്ലോ. ആൾ ഒഴിഞ്ഞൊരു എയർപോർട്ട്.
അങ്ങനെ ചെക്കിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഒരു ജീവ കുഞ്ഞില്ല കേട്ടോ. എന്തായാലും ലണ്ടൻ എയർപോർട്ടാണെങ്കിൽ ഇപ്പോൾ ലഹളമയാണ്. ഇവിടെ ഒറ്റ സ്റ്റാർബക്സൊക്കെ അടച്ചു പൂട്ടി പോയിട്ട് അവർ. മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷെ കയറി പോണത് ആദ്യമായിട്ടാണ് കേട്ടോ. ഒറ്റ ആളില്ല. ആബ്സല്യൂട്ടൊക്കെ 2425 എന്ന് പറഞ്ഞോ. റേറ്റ് കുറവുള്ള പോലെ. ഇവിടേക്ക് എത്തിയപ്പോൾ കുറച്ച് ആളും ബഹളമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അധികം ആൾക്കാരൊന്നുമില്ല. അങ്ങട്ടത്ത് ഒരു എമിറേറ്റ്സിൻ്റെ 380 കിടക്കുന്നുണ്ടോ. എമിറേറ്റ്സ് റേറ്റ് ഡബിൾ ചാർജാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങിയ ഭയങ്കര പ്രൈസിങ് ആണ് സത്യത്തിൽ പോകണം. നമ്മുടെ എയർലൈൻസിനാണ് ഏറ്റവും അവസാനം വരണ്ടോ. ടർക്കിഷ് എയർലൈൻസ് 23:15 രാത്രി 11:15 കഴിഞ്ഞ് പിന്നെ രാവിലെ 5:55 മുതൽ ഈസി ജെറ്റിൻ്റെ ഒരു പെരും മഴയാണ് കേട്ടോ. നോക്കിയാൽ ബഡ്ജറ്റ് എയർലൈൻസ് ആംസ്റ്റർഡാമിലേക്കും ബാർസലോണയിലേക്കും എല്ലായിടത്തേക്കുള്ള ബഡ്ജറ്റ് എയർലൈൻസ് ഇവിടെ നിന്ന് പോകണം കേട്ടോ. ലിയോണിലേക്കൊക്കെ ഉണ്ട്, നമ്മുടെ ജോർജിയയുടെ സ്ഥലത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ബഡ്ജറ്റ് എയർലൈൻസ് ആണ് ഇത്. ടർക്കിഷ് എയർലൈൻസ് ഇപ്പോൾ നമ്മൾ എമിറേറ്റ്സ് പോലും ഇതിൽ ലിസ്റ്റിൽ കാണാനുണ്ട്. എനിക്കത് നേരത്തെ കണ്ട എമിറേറ്റ്സ് ഒക്കെ പോയി തോന്നുന്നുണ്ടോ കേട്ടോ. നമ്മുടെ എയർലൈൻസ് മാത്രമാണ് ഇപ്പോൾ ലാസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് നമ്മുടെ 23:15 UK അതും മാഞ്ചസ്റ്ററിൽ ഗേറ്റുകളിലേക്ക് നടക്കുമ്പോഴുള്ള കാഴ്ചയിലുണ്ടാകും. രാത്രി കാഴ്ചയിൽ ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ടർക്കിഷ് എയർലൈൻ നമ്മൾ പോണ ഫ്ലൈറ്റ് ഫുള്ളാണെന്നാണ് അവർ പറയണം കേട്ടോ. അവിടെ എന്തായാലും ടർക്കിഷ് നല്ല ഡിന്നർ കിട്ടുന്ന പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗേറ്റ് ഇതിൽ അനൗൺസ് ചെയ്തിട്ടില്ലേ. ഞാൻ പിന്നെ പതുക്കെ നടന്ന് എമിറേറ്റ്സിൻ്റെ കൗണ്ടറിലേക്ക് കയറി എത്താന്നുണ്ടോ. വലിയ ഫ്ലൈറ്റ് ആണല്ലോ. എന്തായാലും ആ ഒരു കൗണ്ടറിൽ നമ്മൾ ആ ഭാഗത്ത് തന്നെ ആയിരിക്കും. ആഫ്രിക്കയിലൊക്കെ പോയപ്പോൾ നമ്മൾ ആരും ഇല്ലാത്ത കൗണ്ടറുകൾ അല്ലെങ്കിൽ ആരും ഇല്ലാത്ത ഗേറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഭയങ്കര ഒരു അതിശയം തോന്നുന്നു. അത് മാഞ്ചസ്റ്ററിൽ. എന്തായാലും ഒരു സുഖനിദ്ര ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്ഷീണമുണ്ട്, നല്ലൊരു ഉറക്കുറങ്ങണം ഫ്ലൈറ്റ് കയറിയിട്ട്. 2-3 ദിവസമായിട്ട് കുറേ പരിപാടികൾ പോകേണ്ട കാരണം, കുറേ പരിപാടികൾ ചെയ്ത് തീർക്കണ കാരണം മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല. നല്ല ടർക്കിഷ് ഫുഡൊക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങണം. എനിക്ക് തോന്നുന്നു 4 മണിക്കൂറാണ് ഇവിടെ നിന്ന് ടർക്കിയിലേക്കുള്ളത്. അവിടെ നിന്ന് വീണ്ടും ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ നിന്ന് വീണ്ടും 4 മണിക്കൂർ ദുബായിക്ക്. നാളെ ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയാകുമ്പോഴാണ് നമ്മൾ ദുബായിലെത്തണത്. ഡാഡിയും മമ്മിയും നാളെ ഒരു 1 മണി 1:30 ആകുമ്പോൾ ആ ടൈമിൽ തന്നെയാണ് അവർ അവിടെ ലാൻഡ് ചെയ്യണത്. നാട്ടിൽ നിന്ന് എയർ ഇന്ത്യയിലാണ് അവർ വരുന്നത്. എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് യാത്രയാണ്. വേറെ പ്രത്യേകിച്ചുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ നമ്മുടെ 6ാമത്തെ വണ്ടർ ഒന്ന് കാണണം. പെട്ടെന്ന് കാണാണ്ട് നമുക്കിനി പറ്റില്ല. ഈ ഒരു വർഷം നമ്മുടെ 7 വണ്ടേഴ്സ് നമുക്ക് ഫിനിഷ് ചെയ്യണമെന്നുണ്ട്. 6 കോണ്ടിനെൻ്റ് നമ്മുടെ ഫിനിഷായി. എന്തോ ഉറക്കനെ ഞാൻ ഓടിയിട്ട് പറയണമെന്നറിയോ. മാഞ്ചസ്റ്റർ എയർപോർട്ട് ഇടാ ചിന്തിക്കാൻ പറ്റുമോ. 6 വൻകരകൾ നമ്മൾ താണ്ടി. ഇനി ഓസ്ട്രേലിയ മാത്രമല്ലോ. ഓസ്ട്രേലിയ വിസ നമ്മുടെ അടുത്ത വർഷം തീരും. 3 വർഷത്തെ വിസ കിട്ടിയിട്ട് നമ്മൾ പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതൊക്കെ പെൻഡിങ്ങിലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കൊല്ലം 7 വൻകരകളും 7 മഹാത്ഭുതങ്ങളും ലോകാത്ഭുതങ്ങളും ഒരു 100 രാജ്യം എന്നുള്ളത് ഒരു 80-ഓ 90-ഓ എത്തിക്കാൻ പറ്റുമെന്ന് പരമാവധി ശ്രമിക്കാം. നിലനിൽക്കാൻ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ വേറെ സെക്ടറിലേക്ക് എത്തിയപ്പോൾ ഇവിടെ തിക്കുന്നിറങ്ങുമ്പോൾ പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് ഈ റൂട്ടിലാണ്. ഗേറ്റ് നമ്പർ 31. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കിട്ടിയിട്ടാ 31ാമത്തെ ഡോർ നമ്പറിലാട്ടോ ടർക്കിഷ് എയർലൈൻസ്. ഇവിടെ എത്തിയപ്പോൾ ഇത്തിരി തിക്കും തിരക്കുമ്പോൾ ആളുണ്ട് കേട്ടോ. ഓ ആൾക്കാരെ കണ്ടപ്പോൾ സമാധാനം കേട്ടോ. എമർജൻസി എക്സിറ്റിനടുത്ത് കിട്ടിയിട്ടോ. 11 ഇല്ല കേട്ടോ. എന്തായാലും നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മൾ തുർക്കിയിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളെ, നമുക്ക് ഇനി 1 മണിക്കൂറിലാണ് അടുത്ത കണക്ഷൻ. എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് പിടിക്കേണ്ടതാണ്. 2 സ്പീഡാണ് കേട്ടോ. നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്ന്
ടർക്കിഷ് എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ തുർക്കി എയർപോർട്ടിലേക്ക് ഇസ്താംബുൾ എയർപോർട്ടിലേക്ക് വന്നപ്പോൾ ഒരു വികസനം നമുക്ക് മനസ്സിലാവട്ടോ. നമുക്ക് F-50 എന്ന് പറഞ്ഞിട്ടുള്ള ശ്രദ്ധിക്കാൻ എത്തണ്ടേ. ഇതൊക്കെ നമുക്കൊരു സാധനം പിടിക്കാണ്ട്. നമ്മൾ തുർക്കി നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റാണ്, ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ. കപ്പഡോക്കിയിലേക്കൊക്കെ പോകണ്ട. മൊത്തത്തിൽ ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. നോക്കിയേ, ഏരിയ തന്നെയാണ് കേട്ടോ. പുതിയത് ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ട് കണ്ടിട്ട്. പെട്ടെന്ന് ഒരു പുതിയൊരു കൺസ്ട്രക്ഷൻ്റെ മണടിക്കുന്നുണ്ട് ചെറുതായിട്ട്. നിപ്പോൺ പെയിൻറ്റിൻ്റെ പരസ്യം കണ്ടോ? അതേറ്റാ നിപ്പോൺ പെയിൻറ്റിൻ്റെ പരസ്യം നമുക്ക് കാണുന്നത് എയർപോർട്ടിൽ. ശോഭയുടെ പരസ്യം ഉണ്ട് കേട്ടോ. എന്തൊക്കെയായാലും ഒരു ഏഷ്യൻ സെക്ടറിലേക്ക് എത്തിയ ഒരു ഫീല് അടിച്ചു തുടങ്ങിയിട്ടാ. മിക്സ് പോലെ നമ്മളെപ്പോഴും തുർക്കിനെ പറഞ്ഞ പോലെ ഒരു യൂറോപ്യൻ ഏഷ്യൻ മിക്സാണ് കൾച്ചർ എന്ന് പറഞ്ഞ പോലെ ഇല്ല. എല്ലാ കാര്യങ്ങളും കാണുമ്പോഴും ഇവിടുത്തെ ഒരു ഫീല് കിട്ടുന്നത് നമുക്ക് അങ്ങനെ തന്നെയാണോ. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് നോക്കിയാൽ മെയ്ഡ് പോയിട്ടാ രസമായിട്ടോ. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും അങ്ങനെ വെറൈറ്റികൾ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കട്ടോ. മദ്യപാന ആരത്തിന് ഹാനികരം. 22 യൂറോ ഡബിൾ ഇട്ടാ, കുഴപ്പമൊന്നുമില്ല. അമ്പോ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽക്കാളാട്ടാ 34 യൂറോ ആ റേഞ്ചിലിടാം. ഒരു ഈജിപ്ഷ്യൻ റേഞ്ചൊക്കെ വന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈജിപ്ത് പോയിട്ടുള്ള ഒരു ഫീൽ കിട്ടി. കളർഫുൾ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെ കേട്ടോ. ലൈറ്റൊക്കെ കാണുമ്പോൾ അല്ലേ ഈമുണ്ട് കേട്ടോ എന്തൊക്കെയാലും. പിന്നെ എടുത്ത് പറയുന്ന സംഭവം എന്താണെന്നറിയോ, നമ്മൾ സാധാരണ ഫ്ലൈറ്റിൽ നിന്ന് നമ്മളൊരു ട്രാൻസിറ്റ് പോകുമ്പോൾ ഏത് രാജ്യത്ത് ഇറങ്ങിയാലും നമുക്കൊരു ചെക്കപ്പ് ഉണ്ടാവാറുണ്ടല്ലോ. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത ഗേറ്റിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ചെക്കപ്പും പരിപാടികളൊന്നുമില്ല. സാധാരണ ഒരു വിധം നമ്മൾ പോയ എല്ലാ എയർപോർട്ടിലും അങ്ങനത്തെ ചെക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, 1 വർഷത്തിനും 1.5 വർഷത്തിന് ശേഷമാണ് നമ്മൾ ദുബായിലേക്ക് കയറാൻ പോണേട്ടാ. നാട്ടിലേക്ക് പോയിട്ട് 1.5 വർഷമായി. ഇപ്പോൾ 1.5 വർഷമല്ല, 15 മാസത്തോളമായിട്ടാ. എന്തായാലും എക്സൈറ്റഡ് ആണ് കേട്ടാ ദുബായിക്ക്. നമ്മളെ എയർബസ് 330-200 ആണ് പോകുന്നത്. നാട്ടിലേക്ക് വരുമ്പോഴൊരു വെളിച്ചമുണ്ടല്ലോ, സണ്ണിനൊരു എന്താ പറയുക, ഒരു ഗോൾഡിഷ് കളറൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. UK നമ്മളിങ്ങനെ ഒരു ഫീല് കിട്ടുള്ള ഒരുപാടാണ്.
അങ്ങനെ കൊച്ചി എത്തി എന്ന് പറഞ്ഞ പോലെ ദുബായ് എത്തിയിട്ടാ. അങ്ങനെ ദുബായിൽ എൻ്റർ ചെയ്തിട്ട് സുഹൃത്തുക്കളെ ഒരു വർഷത്തിന് ശേഷം ഒരു 14-15 മാസത്തിന് ശേഷം വീണ്ടും ദുബായി ടച്ച് ചെയ്തിരിക്കണം. അതിൻ്റെ ഒരു കൂടുതൽ സന്തോഷം നമ്മൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡാഡിയും മമ്മിയും വരുന്നുണ്ട്. അപ്പോൾ അവരൊരു അരമണിക്കൂറിലാണ് ഇറങ്ങും. എയർ ഇന്ത്യയിലാണ് വരുന്നത്. അപ്പോൾ അവരും കൊണ്ടുവേണം നമുക്ക് എക്സിറ്റ് അടിക്കണേ. അപ്പോൾ അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അവരെ കാണാനുള്ള ത്രില്ലിങ് എല്ലാം ഉണ്ട്. കുറേ നാൾക്ക് ശേഷം കാണാനല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഒപ്പം ദുബായിൽ എത്തിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ എന്തൊരു വേറൊരു പോസിറ്റീവ് എനർജി എന്ന് പറയില്ലേ, അതാണ് ഫീൽ ചെയ്യാനായിട്ടാ. എന്തായാലും നമ്മുടെ പെട്ടിയൊക്കെ എടുത്ത് നമ്മൾ ഫുൾ സെറ്റ് ആയിട്ട് കേട്ടോ. നമസ്കാരം. നിങ്ങളെ ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിലേ ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻ്റെ കൂടെ യാത്ര ചെയ്താലോ? മെഗാ സൗത്ത് അമേരിക്കൻ സാഗ ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യണത്. 10-12 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് യാത്ര ചെയ്യണത്. ലോകത്തിലെ 2 മെയിൻ വണ്ടേഴ്സും 3 നാച്ചുറൽ വണ്ടർ അടങ്ങിയിട്ടുള്ള യാത്രയാണ്. മാച്ചു പിച്ചും ആമസോൺ റെയിൻ ഫോറസ്റ്റും ക്രൈസ്റ്റ് റെഡീമറും ഇഗ്വാസ് വാട്ടർഫോളൊക്കെ അടങ്ങിയ പെറു, ബ്രസീൽ, പാരഗ്വേ, അർജന്റീന, ചിലെ എന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഒപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഫ്രിക്കൻ യാത്രയും കൂടി ഉണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെയുള്ള യാത്രയാണ്. അതും നാച്ചുറൽ വണ്ടേഴ്സ് അടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആഫ്രിക്കൻ യാത്രയും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വിത്ത് ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻസ്. അങ്ങനെ നമ്മൾ ഡാഡിനെയും മമ്മീനെയും കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഡാഡി, വെൽക്കം ടു ദുബായ്. വെൽക്കം. പവറല്ലേ അങ്ങോട്ട് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്തില്ലേ മമ്മി? ഇതിനുണ്ട് ഒരു കൊല്ലം മകനെ കാണാൻ പറ്റാത്തതിന്റെ, മകളെ കാണാൻ പറ്റിയ 2-2.5 കൊല്ലായി. മകനെ കണ്ടിട്ട് ഒരു കൊല്ലം 1.5 വർഷമായി. ഒരു മെലിഞ്ഞൂട്ടാ, സുന്ദരനായി. ഇപ്പോ ഇന്നലെ ട്രിപ്പ് പൊളിക്കല്ലേ? ഇന്നത്തെ ബുർജ് ഖലീഫ കാണാനുള്ള എക്സൈറ്റ്മെന്റില് ഇന്നലെ നമ്മളൊരു കാപ്പി മേടിക്കാന്ന് വിചാരിച്ചുട്ടാ ഹോസ്റ്റലില്. അങ്ങനെ ദുബായിയുടെ മഹാ ചൂടിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊട്ട് ചൂട് ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ. ആസ് യൂഷ്വൽ ദുബായിൽ നമ്മുടെ ചങ്ക് ജിം ചേട്ടൻ നമ്മളെ എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ദിവസം നിൽക്കുള്ളതെന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ചൂട്, രക്ഷയില്ല. ഗാഡി ഓണല്ല ഏണ്ട് ചൂട് കഴിഞ്ഞുണ്ട്. 50 ഡിഗ്രി ഒക്കെ ആണെന്നുണ്ട്, 50 ആ റേഞ്ചിലാണെന്നുകൊണ്ട് നോക്കണത്. എന്നാലും ജിം ചേട്ടൻ പോരും. ഇന്നത്തെ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ബുർജ് ഖലീഫ കാണിക്കുക. അതിന് നമ്മുടെ ഇന്നത്തെ മെയിൻ ലക്ഷ്യം. ദുബായിലത്തെ മെയിൻ ലക്ഷ്യം എന്നാണെങ്കിൽ പറയാട്ടോ. എന്താ ചൂടുകാറ്റ് ഭയങ്കര തണുപ്പ് എക്സ്പെക്ട് ചെയ്ത് തോന്നാണോ? നാട്ടില് പിന്നെ മഴ കാരണം അതൊരു നൈസ് ക്ലൈമറ്റ് ആണല്ലോ നാട്ടില്. ആകെ ഇങ്ങോട്ട് വെളുപ്പിച്ചെടുത്തില്ല മുഖം. എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി. വെൽക്കം ടു ദുബായ്. വെൽക്കം. എന്നിട്ട് സ്പ്രേ ഒക്കെ അടിച്ചാലോ? അങ്ങനെ നമ്മള് കോഴിക്കോടാണ്. കോഴിക്കോട് സ്റ്റാറിലൊരു നെയ്ച്ചോറും അതേപോലെ ബീഫും കഴിക്കാൻ വന്നിരിക്കട്ടെ. കുറേ നാളായി നമ്മൾ ഇങ്ങനത്തെ കറികളൊക്കെ കഴിച്ചിട്ട്. നിങ്ങൾ പിന്നെ നാട്ടിൽ കഴിക്കാറില്ല, അത് കുഴപ്പമില്ലല്ലോ അല്ലേ? ആ മലയാളികാരാണ്, കോഴിക്കോടുകാരില്. ജിംജി കഴിക്കില്ല. ജിംജി ഡയറ്റ് ചെയ്ത് വണ്ണം കുറച്ച് സാൾട്ട് ആൻഡ് പെപ്പറായിട്ട് ജിംജി ഗെയിം മാറി
നിങ്ങൾ കഴിക്കുന്ന വേണം. എന്തായാലും ദുബായിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് പോകാൻ പറ്റില്ല. ചായ വാങ്ങിച്ചെന്നെ മോശമില്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നല്ല ചായ കുടിച്ചു പോയി, ചായ സമോസ. 65 ഒക്കെ കാണുമ്പോ കൊതിയ കേട്ടോ. എത്ര നാളായിന്നറിയോ? ചൂട് നെയ്ച്ചോറിട്ടാ. നാട്ടിലൊക്കെ മണം വരുന്ന നെയ്ച്ചോറിന് മണം വരുന്നുണ്ട് ജിംജിയ. ഈ കുറച്ച് നാളായിട്ട് മറ്റേ മൃണാളിന്റെ വീഡിയോ കാണാറുണ്ടേ. കുറച്ച് തൈര്, കുറച്ച് അച്ചാറ്, ഒരു കഷ്ണം ബീഫ്. നമ്മള് UK ഇരുന്നിട്ട് ആ വീഡിയോ കാണുമ്പോൾ കൊതിയാവായിരുന്നു. സംഭവം ട്രോളിങ് ആണെങ്കിലും ഇങ്ങനെ മോളിക്ക് എടുത്ത് വെച്ചിട്ടേ. ഗ്ലാസ് തന്നെ, ഗ്ലാസും സ്റ്റീലൊക്കെ ഉണ്ടല്ലേ. ബുർജ് ഖലീഫയിലേക്ക് നമ്മൾ പതുക്കെ അടുത്തോട്ടാ. തല പുറത്തേക്ക് ഇട്ടിട്ട് ആ മോളി കാണാൻ പറ്റില്ല കേട്ടോ. അതിന് വേറെ രസം. ചെറുതായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായാലും എത്ര ലോകം കൊണ്ട് വന്നാലും ബുർജ് ഖലീഫ അടുത്തുനിന്ന് കാണുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെ കേട്ടോ അല്ലേ. എന്റെ ഡാഡി ബുർജ് ഖലീഫയുടെ മുമ്പിലിട്ടാ എന്ത് ചെയ്യാൻ പറ്റുമോ? അമ്മ ഇങ്ങനെ നീങ്ങോ. എത്രയൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മളെ കുറെ തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായി. പ്രത്യേകിച്ച് ഇവരെ കാണിക്കുമ്പോൾ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും ഭയങ്കര ചൂടുണ്ട്, അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചൂടുണ്ട്. ബുർജ് ഖലീഫ തൊട്ട് താഴെ നിന്നുകൊണ്ട് നമുക്കിങ്ങനെ എന്താ നോക്കിയല്ലേ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പല ആൾക്കാർക്കും ഇത്ര നമ്മൾ കുറെ കണ്ട സാധനം പറയുമെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നാട്ടില് ദുബായിക്ക് വരാനോ അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണോട്ടാ. എന്താണെന്ന് വെച്ചിട്ടാ അങ്ങനെ ഞങ്ങള് ബുർജ് ഖലീഫ കണ്ട് വേഗം കയറി. ചൂടെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ആലോചിക്കാൻ പറ്റാത്ത ചൂടാണ്. നമ്മളിപ്പോ ദുബായ് മാളിലേക്ക് കയറിക്കണേ. ഇതേത് വിങ്ങാനും ചേട്ടാ? ചൈന ടൗണിലേക്ക് എത്തിരിക്കട്ടാ. അറബി ചേട്ടന്മാരൊക്കെ നിന്നല്ല കണ്ടോ. ചൈന ടൗണിന്റെ ആ ഒരു റെഡ് കളർ വരുന്നുണ്ട് നൈസായിട്ട്. റെഡി പവറല്ലേ? സംഭവം നമ്മൾ ഇത്ര നാള് വന്നിട്ട് ദുബായ് മാളിലേക്ക് ആദ്യമായിട്ട് വരണട്ടാ. ആനകുതിര മയിലോട്ടൊക്കെ പറയുമെങ്കിലും ദുബായ് മാൾ ആദ്യമായിട്ട് കാണുന്നത്. എന്തായാലും ചൈന ടൗൺ അടിപൊളിയായിട്ടാ. എന്തൊക്കെ തിരക്ക് നോക്കിയാ. സമ്മറും ചൂടൊന്നൊരു വിഷയമില്ലാത്ത പോലെയാണ് നടക്കുന്നത്. അങ്ങനെ ദുബായ് മാള് അറ്റ് ദ പീക്ക് കേട്ടോ. അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. സ്ക്രീൻ സെറ്റ് ചെയ്ത് നോക്കിയവര് ഒറ്റ സ്ക്രീനാട്ടാ. അമ്പോ എത്ര വലിപ്പുണ്ടാവും ആലോചിച്ച് നോക്കിയാ. വേണ്ട ഐസ് സ്കേറ്റിംഗ് ആട്ടാ. പിള്ളേർ ഐസ് സ്കേറ്റിംഗ് ചെയ്യാം. ഫുൾ ആക്ടിവേറ്റഡാ.
ഫുൾ ഓർഡറാന്ന് പറഞ്ഞ റെഡിയാ. അതെ, അപ്പോഴേക്കും അവർ ഐസ് സ്കേറ്റിങ് പഠിപ്പിക്കണം. എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ദുബായ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം കാണുമ്പോൾ ബോധം പോയി ചെയ്യണടാ. നമ്മൾ ദുബായിനെ പൊക്കി പറയണ മൂടൊന്നുമില്ലടാ. എമ്മാരത്തെ കൺസ്ട്രക്ഷൻ ചെയ്ത് വെച്ചിട്ട് നോക്കിയേ. ഏതൊരാൾ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഹാപ്പി ആക്കാന്ന് പറയില്ലേ, ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കി വെച്ചിരിക്കണ സിമ്പിളായിട്ട്. എന്താ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെത്ര ലോകം കറങ്ങി എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കാണുന്നത്, ദുബായിലത്തെ ഈ കാഴ്ച കാണുന്നത് ഇപ്പോഴുണ്ടോ. എന്തായാലും അടിപൊളി. നമ്മൾ ദുബായ് മാൾ അക്വേറിയത്തിലേക്ക് പോട്ടോ. നമ്മൾ ഇത്ര നാൾ കണ്ടാൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള അക്വേറിയാണ്. ഒരാൾക്ക് ഏകദേശം 250 റിയാലാണ് കേട്ടോ. ഏകദേശം 4000-5000 രൂപ ഒരാൾക്ക് ഇത് കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറണം. കുറേ നാളെ കാണണം. ഇവിടെ വരാൻ പറ്റാറില്ല. പ്രാവശ്യം വന്നപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാ. നിങ്ങളൊരു വിധം ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാത്തവർക്കായിട്ട് നമ്മൾ സമർപ്പിക്കണം. 5000 കൊടുത്ത് വെറുത്താണെന്ന് അറിയണ്ട. എന്തായാലും ഒന്നും മനസ്സിലാവണില്ല. എവിടെയാ ഒന്നും മനസ്സിലാവണില്ല. ഓ, അമ്മരുത്തെ ഗ്ലാസ് ഇട്ടിരിക്കണേട്ടോ അവര്. ചിന്തിക്കാൻ പറ്റില്ല. മീനുകളൊക്കെ പോണൊക്കെയാ സംഭവം ഒരു വെറൈറ്റി അനുഭവം. നമ്മൾ മലേഷ്യയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായിൽ കാണും. പക്ഷെ 5000 രൂപയ്ക്ക് വെറുത്താണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് ഇറ്റ്സ് ഫൈൻ. കുറെ സംഭവങ്ങൾ അവരുടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ മെയിൻ്റെനൻസിന് നമ്മൾ പൈസ കൊണ്ട് തെറ്റില്ല കേട്ടോ. അമ്മാതിരി സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര്. എല്ലാം ഒറിജിനലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. എല്ലാം വെറൈറ്റികളാണ്. ഇവിടെ ഈ സൈഡിലേക്ക് കുറേ ഉണ്ട് കേട്ടോ അല്ലേ. മലേഷ്യയിലുണ്ട് നമ്മള്. ഓ, അത് കളിക്കട്ടാ. ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണേ കാശ് തന്നെ വേണട്ടാ അല്ലേ. സോൾട്ട് വാട്ടർ ആയിരിക്കണം മിക്കവാറും. ഇത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന പറയണത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ചെറുതും വലുതുമായ സംഭവങ്ങളൊക്കെ മൾട്ടിപ്പിൾ കളറുകളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ അക്വേറിയത്തിന്റെ വേറൊരു സൈഡിലേക്ക് വന്നിരിക്കടാ. 2 നിലകളിലായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ നില കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ നില കേട്ടോ. ഒമ്പ പരിപാടികളാണ്. സ്കൂബകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടേക്ക് എത്തിയപ്പോൾ ഒരു സമാധാനം കേട്ടോ. നമ്മൾ നേരത്തെ വിചാരിച്ച് ആ ഗുഹ കഴിഞ്ഞപ്പോൾ അവർ പൈസ മേടിച്ചിട്ട് പരിപാടി അവസാനിപ്പിച്ചെന്ന് വിചാരിച്ചു. പക്ഷെ മോളിൽ കയറിയപ്പോഴാണ് ഒരു മനസ്സമാധാനം കിട്ടിയിരുന്നിട്ടാ. അക്വേറിയത്തിൻ്റെ ഉള്ളിലത്തെ പരിപാടികളാണെന്ന് കൊണ്ടിടാം. അതിനുള്ളിൽ ഒരു വാട്ടർ ആക്ടിവിറ്റി, ഒരു ബോട്ടിങ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ അടിയിലേക്ക് ഇറങ്ങിയില്ല. ചെറിയൊരു ബോട്ടിൽ യാത്രയുണ്ട്. താങ്ക് യു. ഇപ്പം നമ്മൾ ബോട്ടിലേക്ക് എൻട്രി ചെയ്യണം. ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. നോക്കിയാ അമ്പോ അത് കളിക്കട്ടോ. വേണ്ട അടിയിൽ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാർ പോകുന്നുണ്ട്. അത് മുതലായിട്ടാ അല്ലേ. ഞാൻ കാശ് പോയിന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു. 250 റിയാൽ ഇതിന് എൻട്രി ടിക്കറ്റ് മേടിക്കണമെങ്കിൽ ഒരു 800 പര പടക്കണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ വക ആക്ടിവിറ്റി ഇവിടെ കാണാട്ടോ. എന്തായാലും ഇത് കളിക്കി. നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇങ്ങനെയൊക്കെ ഒരു ടൂറിസം വന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി പരിപാടി വന്നെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കളിക്കില്ലേ? എല്ലാ കടലിൻ്റെ അടി കാണുന്ന അത് കളി. മെയിൻ സംഭവം പുറമോളിലേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടാ
ഇങ്ങനൊരു സംഭവമാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതേ നമ്മുടെ കാലിൻ്റെ അടിയിൽ കേട്ടോ. നോക്കിയാൽ കള്ളിക്കിട്ട് എന്നിട്ട് കയറി അമ്മ ഓണല്ലേ? അതെ, എന്തായാലും കാശ് പോയത് പവറായി എന്ന് പറഞ്ഞ പോലെ കേട്ടോ. നമ്മളിതൊക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റികളൊന്നും നമ്മളിങ്ങനെ കാണാറില്ലല്ലോ. വേണ്ട, അത്യാവശ്യം നല്ല ആഴുണ്ടല്ലേ? So good evening, welcome to the boat ride. Have a look inside, you see the stingray. So this tank is 11 meter deep, like 36 feet. 11 meter deep. For good pictures, videos, just put it mobile on the glass, then no light of the camera. And that one is the biggest fish here, is sawfish. So her nickname is Sheena. She is 30-year-old, and we bring this fish from Australia. ഓസ്ട്രേലിയ നന്നാട്ടോ. So we have 20,000 fishes inside and 85 species. And the water capacity of the main 20,000 ടൈപ്പ് ഇതുണ്ട് മീനുകളെന്ന് പറയണേട്ടാ. ഏറ്റവും വയസ്സായ മീന് 30 വയസ്സെന്ന് പറയണ. 30 വയസ്സായി. ചെറിയൊരു സെറ്റപ്പ്, ഒരു 50 മീറ്റർ സ്വിമ്മിംഗ് പൂളിൻ്റെ വലുപ്പത്തിലാണ് അവർ മേക്ക് ചെയ്തിരിക്കണം. പക്ഷെ ഇതിൻ്റെ ആഴം 11 മീറ്ററിനുണ്ടോ. അതിന് അത്ഭുതമായിട്ട് നമുക്ക് നോക്കണം കേട്ടോ. ആഴം 11 മീറ്ററാണ്. ഒരു തവണ കയറി വരുമ്പോഴേക്കും എനിക്കിതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിൽക്കുന്നത് ഇത് മെയിൻ്റെനൻസ് ചെയ്യാനാണ്. നോക്കിയാൽ അപ്പോഴേക്കും അവിടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞു. നോക്കിയാൽ ഒരു സ്കൂബ കഴിഞ്ഞ് വരുമ്പോഴേക്കും ക്ലീനിങ് കഴിഞ്ഞൂടാ. അതിന് ഏറ്റവും വയസ്സ് കൂടിയ മീൻ എന്ന് പറയുന്നത് 30 വയസ്സായിട്ടുള്ള മീനാണ്. ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കട്ടെ അവര്. അതിൻ്റെ അടിയിലെ ആൾക്കാർ നടന്നു പോകണൊക്കെ നമ്മൾ നടന്നു പോയിട്ട് പോകുന്നത്. you guys came here and fished. എന്തായാലും ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടാ. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി എടുത്തൂല അവർ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലേ? അല്ല, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാക്കി എടുത്തു എന്ന് പറയും. മാളിൻ്റെ ഉള്ളിലൊക്കെ ഇമ്മാരത്തെ റേഞ്ചിൽ അപ്പുറത്തെ ആൾക്കാർക്ക് ഉണ്ടോ വേറെ കാര്യം. നമ്മളിത് കഴിഞ്ഞിട്ട് സൂലിക്ക് പോകണം. ആമസോൺ റെയിൻ ഫോറസ്റ്റിലേക്ക് കയറണ പോലെ കേട്ടോ. നോക്കിയാ ഇവിടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുക അല്ല. ആമസോണിലേക്ക് എത്തിട്ടാ. പിള്ളേർക്കൊക്കെ എൻഗേജ് ആവാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ള മീനുകളും അതിൻ്റെ ഉള്ളിൽ നോക്കിയാ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. അധികം ചൂടുമില്ല തണുപ്പില്ലാത്ത രീതിയിൽ ഓരോ ക്ലൈമറ്റ് കൊടുത്തിരിക്കുക. അത് കണ്ട അവിടെ നല്ലോണമൊക്കെ സംഭവം ഇത് ഒരുക്കി എടുത്തിരിക്കാനാണ് പൈസ കൊടുത്തത്. നമ്മൾ വേറെ ഒന്നിനല്ല പൈസ കൊടുത്തത്. നോക്കിയാൽ ആലോചിക്കാൻ പറ്റുമോ? നിങ്ങളിവിടെ ദുബായ് മാളിൽ വരണമെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്. സ്വല്പം ജോർജറ്റ് പോവും, പക്ഷേ വെറുത്തനുണ്ടോ. നമുക്ക് പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു എന്തായാലും വെറുത്തായിരിക്കും. അമ്പോ അറ്റ്മോസ്ഫിയർ കൊടുത്തു നോക്ക്, ആലോചിക്കാൻ പറ്റുമോ? അതുണ്ട്. പെൻഗ്വിൻസ് ഒക്കെ ഉള്ളത് അല്ല. അന്റാർട്ടിക്കയിലേക്ക് പോയി നമ്മള്. എന്തായാലും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു കൂട്ടുണ്ടോ. നിങ്ങൾ
ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇരുന്ന് കണ്ടോളോ. ഞാനത് കട്ട് ചെയ്ത് കളയണില്ല. ഇതൊക്കെ നാച്ചുറലേ ഉള്ളൂ. അതൊന്നും പ്ലാസ്റ്റിക് അല്ലാന്ന് എനിക്ക് എൻ്റെ അറിവ് കണ്ടിട്ടോ. നോക്കിയാ ഇലകളൊക്കെ നോക്കിയാ ഒറിജിനൽ തന്നെയാട്ടോ ഇലകള്. പ്ലാസ്റ്റിക് ഒന്നുമല്ല, പ്ലാസ്റ്റിക് ഒന്നുമല്ല കേട്ടോ, ഒറിജിനൽ ഇലയുണ്ട് കേട്ടോ. നമ്മള് പോയ പോട്ടടി കൂടെ പോകണോ. നമുക്ക് വേറെ സംഭവം കാണിച്ചു തരട്ടെ. നിങ്ങളൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു സാധനം കാണിച്ചു തരട്ടെ. നമ്മൾ അന്റാർട്ടിക്കയിൽ കണ്ട സംഭവത്തിനെ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒറിജിനൽ പെൻഗ്വിനെ കൊണ്ടിട്ടാ. ഒറിജിനൽ സാധനം എന്തായാലും വേറെ റേഞ്ച് ഐസ് കണ്ട. മുതലേട്ടാ നീ അന്റാർട്ടിക്ക പോയില്ലെന്ന് പറയാൻ പാടില്ല. ഐസ് തന്നെയാണ് അവരെ അതിൻ്റെ ഉള്ളിൽ ഏസ് ഇട്ടിട്ട് ആ റേഞ്ച് ആക്കിയിട്ടാണോ നോക്കിയാണ്ടാ. മുകളിൽ നിൽക്കണ്ടാ പെൻഗ്വിൻസ്, മുകളിലുണ്ടാണ്. മുകളിൽ ഭാഗത്ത് ഐസ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുണ്ടോ ഒരു കലക്കിട്ടാ. പെൻഗ്വിൻ ഓർമ്മയുണ്ടോ? നമ്മൾ അന്റാർട്ടിക്കയിൽ കണ്ടത് ഓർമ്മയുണ്ടോ? ഏതാ ലോകം മക്കളെ, ഏതാ ലോകം. ഏത് ലോകത്തെ ജീവിക്കണം നമ്മള്. ഇപ്പോഴും മുതലായിട്ടാ അല്ലേ. പെൺകിനെ കണ്ടപ്പോ ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഇട്ടാ. നമ്മൾ 250 രൂപ എൻട്രി കൊടുത്തപ്പോഴേ ചതിച്ചതാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനത്തെ തോന്നലേ ഇല്ല കേട്ടോ. അക്വേറിയം കണ്ടിറങ്ങിയ വഴിക്ക് ഭീകര അനുഭവം. ഇതിനെ മുകളിൽ കയറിയില്ലല്ലേ. ആ മുകളിലൊക്കെ ലോകട്ടോ. ഞാൻ അടിയിൽ കയറിച്ച് പറ്റിപ്പോയാന്ന് വിചാരിച്ചുട്ടാ. മുകളിൽ കയറിയപ്പോൾ ലോകമാണ്. നിങ്ങൾ എന്തെങ്കിലും ദിവസം വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോട്ടോ. ഫാമിലിയും പിള്ളേരൊക്കെ ആയിട്ട് വന്ന് കാണിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എനിക്ക് പെൻഗ്വിനെ കണ്ടപ്പോഴേ നമ്മൾ അന്റാർട്ടിക്ക അടിച്ച ഓർമ്മകളും ഒപ്പം തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതികളൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. എന്തായാലും ഒറിജിനൽ ഡിനോസറിന്റെ സ്കൾപ്ചർ ആണെന്ന് വെച്ചിരിക്കട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ സുരേഷാറിന്റെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടോ. അപ്പോൾ സുരേഷ് ഏട്ടൻ നമസ്കാരം. അപ്പോൾ സുരേഷ് ഏട്ടൻ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡിന്നർ നമ്മൾ ഒരുമിച്ചാണ്. അപ്പൊ നമ്മള് ഇന്ന് കുറെ നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയോടെയാണ് നമ്മൾക്ക് ഇന്ന് ഡിന്നർ നമ്മൾ കഴിക്കുന്നത്. സുരേഷ് ഏട്ടൻ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറെ നാളായിട്ട് ആഗ്രഹമാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ നമ്മൾ ഇന്ന് ഈവനിങ്ങിൽ ഒരുമിച്ച് ഡിന്നർ കഴിക്കണം. സുരേഷ് ഏട്ടൻ പരിചയപ്പെടുത്ത്. സുരേഷ്, ഞാൻ ദുബായിലേക്ക് ഒരു 35 ഇയേഴ്സ് ആയി. 35 വർഷമായി. 35 വർഷമായിട്ട് ദുബായ് പോർട്ട് അതോറിറ്റിയിൽ വർക്ക് ചെയ്യണത്. ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത് പെറുവിലാണ്. കണ്ടുമുട്ടിയില്ലെങ്കിലും ഞങ്ങൾ കോൺടാക്റ്റിൽ വരുന്നത് അല്ലേ. പെറുവിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ ഇന്ത്യൻ നമ്പർ തരും. നമ്മുടെ അന്തുവിൻ്റെ നമ്പർ വെച്ചിട്ട് ഞങ്ങൾ പുള്ളി വിളിച്ചത് 2-3 വർഷം മുമ്പ്. പിന്നെ ഞങ്ങൾ നല്ല കൂട്ടായി. ഞങ്ങളങ്ങനെ ഒരു ഫാമിലി മെമ്പർ. നമ്മുടെ ചേച്ചി ഉണ്ട് നമ്മുടെ കൂടെ. പേര് പറയാ ചേച്ചി? സുജാത ചേച്ചി. പാട്ടുകാരിയാണോ? ആ സൗണ്ട് കേട്ടിട്ട് പാട്ടുകാരിയെന്ന് തോന്നുന്നുണ്ട്. അതെ. അപ്പൊ ഇന്ന് നമ്മള് സുരേഷ് ചേട്ടനെ കൂടി ഒരു ഡിന്നർ ആകെ ഒരു ദിവസമുള്ളൂ. നമ്മള് നാളെ രാവിലെ എത്തോപ്പിയിലേക്ക് പോണ്. നമ്മള് അമ്മനിലേക്കും ഈജിപ്തിലേക്കുള്ള യാത്ര 2 ആഴ്ചത്തേക്ക് നീട്ടി വെച്ചു. ആഫ്രിക്കനെ തൊട്ടറിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് നമ്മളൊരു ഗ്ലാസും ഒരു കോക്ടൈലുമേ കമ്മല് ഒരു ഞാത്തിരുന്നൂടാ. ഇതൊരു പുതിയൊരു അറിവാട്ടാ.
ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കുറേ പോയിട്ടുണ്ട്, പക്ഷെ കമ്മൽ ഞാത്തിയിരുന്ന കോക്ടെയിൽ തന്നിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ടാ. ഇതുവരെ സ്ഥിരം പരിപാടിയാണ് സുരേഷേട്ടാ? എല്ലാത്തിനും എല്ലാ എന്ന് കോക്ടെയിൽ ഇതുണ്ട് അല്ലേ? ഇതിപ്പോ തിരിച്ചു കൊടുക്കണം കണ്ടല്ലേ? സുരേഷേട്ടാ, അപ്പോ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് ഡിന്നർ. കുറെ നാളെ വരാൻ പറ്റാത്തതിനും വന്ന് കണ്ടപ്പോൾ എല്ലാവരും ഡാഡി മമ്മിയൊക്കെ വന്നതിൽ സന്തോഷം, കിട്ടിയതിലൊക്കെ സന്തോഷം. ചേച്ചി എന്തായാലും പ്രിഫർ ചെയ്ത സ്ഥലം അടിപൊളി, നല്ല ബെസ്റ്റ് ഫുഡ്. ചേച്ചിന് സ്പെഷ്യൽ അല്ലേ? തകർത്തു. വെജിറ്റേറിയനും എല്ലാം അടിപൊളിയായി. താങ്ക് യു സോ മച്ച്. നമുക്കിനി നമ്മള് താങ്ക് യു പറയാം. നമ്മളിനി യാത്രകളിൽ ഇനി കണ്ടുമുട്ടും അടുത്ത ആഴ്ച കാണാം. അതെ ഇൻഷാല്ലാ. അടി നമുക്ക് ഇവിടെ നമുക്ക് എത്തോപ്പിക്ക് പോണ്ടേ? ലെറ്റ്സ് ഗോ. നമ്മളെല്ലാ ഫ്ലൈറ്റിലാണ് പോവാം. അപ്പോ ജിംജി താങ്ക് യു സോ മച്ച്. 6 ദിവസം പിന്നെ വരും, പേടിക്കണ്ട. അപ്പൊ നമ്മള് ഇന്നത്തെ എപ്പിസോഡ് ലോങ് എപ്പിസോഡായിരുന്നു. ഇവിടെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ വെച്ച് അവസാനിപ്പിക്കണേ. നമ്മൾ ആഫ്രിക്കയിലേക്ക് പോണ്. എവിടേക്ക്? എത്തോപ്യയിലേക്ക്. അപ്പൊ അടുത്ത കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടോ. ട്രാവലിസ്റ്റ്